ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയായിട്ടാണ് സാർ ഇപ്പോൾ വന്നത്. മറ്റൊന്നുമല്ല, ഈ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് ഇനി മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാറുണ്ട്. സാറ് മാത്രമല്ല, ഫ്യൂച്ചറിന്റെ കംപ്ലീറ്റ് ടീമുണ്ട്. മക്കളെ, വലിയൊരു ടീം ഇനി മുതൽ നിങ്ങളെ ഓരോ പഠന കാര്യങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയാണ് എന്ന് സാർ എന്ത് ചെയ്യാണ്, ആദ്യം ഉറപ്പ് തരികയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്സിലെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള അല്ല നിങ്ങളുടെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് ആൻഡ് ഹീറ്റിംഗ് എഫക്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ MCQ അങ്ങോട്ട് ചെയ്യാൻ പോകണം. അപ്പൊ സാർ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും പറയുന്ന സമയത്ത് തന്നെ മക്കൾക്ക് അതിന്റെ ആൻസർ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി നോക്കാം. ആദ്യ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്ലയൻസസ് ഈസ് ബേസ്ഡ് ഓൺ ദ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്? മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് വെച്ച് വർക്ക് ചെയ്യുന്ന അപ്ലയൻസ് ഏതാണ് മക്കളെ? ഇലക്ട്രിക് ബെല്ല്, ഇലക്ട്രിക് അയൺ, വാട്ടർ ഹീറ്റർ, ഇലക്ട്രിക് സ്റ്റൗ. നമുക്കറിയാം ഏതാണ്, ഇലക്ട്രിക് ബെല്ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റൽ യൂസ്ഡ് ഇൻ ദ കോയിൽ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, ദ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ, ഓൾ ഓഫ് ദീസ്. ഒരു സംശയം വേണ്ട, ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വയർ മെയ്ഡ് ഓഫ് which of the following material is more suitable for showing the heating effect of electric current? അതായത് നന്നായി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഏത് വയറിനാണ്? കോപ്പർ വയർ ആണോ, നിക്രോം ആണോ, അലൂമിനിയം ആണോ, സിൽവർ ആണോ? നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരിക ഏതാണ്? ഒരു സംശയമില്ലാതെ വരുന്ന ഒരു ഓപ്ഷൻ ആണ് നിക്രോം. യെസ്, സെറ്റ് ആണല്ലോ. വാട്ട് പ്രൊഡ്യൂസ്ഡ് അറൌണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ when electric current flows through it? ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകുമ്പോൾ ആ കണ്ടക്ടർ ചുറ്റും എന്താണ് ഉണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് ആണോ, ലൈറ്റ് ആണോ, സൗണ്ട് ആണോ, ഹീറ്റ് ആണോ? പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു ചാപ്റ്റർ ഒക്കെ നമ്മൾ ഗംഭീരമായിട്ട് നമ്മൾ ആപ്പിൽ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. വെറും 999 രൂപ മാത്രമേ ഉള്ളൂ. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ആകുള്ളൂ എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യണ്ട, മറക്കണ്ട. ആരെങ്കിലും പർച്ചേസ് ചെയ്യാത്തതുണ്ട്, ഇതാ ഇപ്പൊ തന്നെ കൂടെ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഒരു സംശയമല്ല, മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റക്ട് എ മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? വോൾട്ട്മീറ്റർ, അമീറ്റർ, ഗാൽവനോമീറ്റർ, കോമ്പസ്. ഏതാ? കോമ്പസ് ആണ് ഉപയോഗിക്കുക മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹു ഡിസ്കവേർഡ് ദാറ്റ് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് എഫക്ട്? ഇലക്ട്രിക് കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ആരാണ് ഡിസ്കവർ ചെയ്തത്? കുറെ ആൾക്കാർ, വലിയ ആൾക്കാർ പേരുണ്ട്. ന്യൂട്ടൺ ഉണ്ട്, അങ്ങോട്ട് പോയി പോരുത്. ഫാരഡേ ഉണ്ട്, ഈസ്റ്റഡ് ഉണ്ട്, എഡിസൺ ഉണ്ട്. ഒരു സംശയം വേണ്ട, അത് ആരാണ്? ഈസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഓയിസ്റ്റഡ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ കോമ്പസ് നീഡിൽ ഈസ് എ ഗ്ലാസ് റോഡ് ആണോ, എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണോ, എ വുഡൻ സ്റ്റിക്ക് ആണോ, എ സ്മോൾ ബാർ മാഗ്നറ്റ് ആണോ? മക്കളെ, ഒരു കോമ്പസ് നീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയൊരു എന്താണ്, ബാർ മാഗ്നറ്റ് ആണ് അല്ലെ ചെറിയൊരു മാഗ്നറ്റ് ആണ്. ഓക്കെ, വിച്ച് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് യൂസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് അയൺ? കെമിക്കൽ എഫക്ട്, മാഗ്നറ്റിക് എഫക്ട്, ഹീറ്റിംഗ് എഫക്ട്, ലൈറ്റിംഗ് എഫക്ട്. അവിടെ ഇസ്തിരിപ്പെട്ടിൽ ഏത് എഫക്റ്റാ? ഇസ്തിരിപ്പെട്ടി ലൈറ്റിൽ എനക്കൊണ്ടാണ് ഇസ്തിരിടാൻ പറ്റുന്നത്? നോ, അവിടെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ കോയിൽ ഓഫ് വയർ wrapped around a softened core and carrying current behave like a permanent magnet, battery, electromagnet, resistor. ഏതാ മക്കളെ? നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കുക എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിൽ. നമ്മൾ ആപ്പിൽ ഗംഭീരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ കമന്റ് ചെയ്യണം ഇതിന്റെ ആൻസർ. ജസ്റ്റ് നോക്കി വെച്ചോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇതിന്റെ ആൻസർ ആരാണ് ശരിയായിട്ട് കമന്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.